ഓക്കെ താങ്ക്സ്. എന്നെ കാണുന്നുണ്ടോ നേരെ? കാണില്ലേ? ആ തിരിച്ചു വെക്കാൻ നിൽക്കരുത്. ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഹലോ ഗുഡ് ഈവനിങ്. എന്നിങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ വീഡിയോ തന്നെ സ്റ്റിൽ പ്രോസസ്സിങ് ആണ്. വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യണം. ഇന്നലെ ഒരു 11 മണി ഒക്കെ ആയപ്പോൾ കാണാൻ ഉറങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ വോയിസ് ഓവർ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ അവൻ ഉറങ്ങിയതിൻ്റെ കൂടെ തന്നെ ഞാനും കിടന്നുറങ്ങി കേട്ടോ. പിന്നെ രാവിലെ എണീച്ചിട്ടും 11 മണിക്ക് ഒരു 10 എങ്ങാണ്ടായപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, അയ്യോ വോയിസ് ഓവർ ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ട്രൈ ചെയ്തു, പക്ഷേ നടന്നില്ല കേട്ടോ. 12 മണിക്കെങ്കിലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ അപ്പോഴും നടന്നില്ല. അപ്പം ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഓക്കെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമ്മുടെ കണ്ണൻ ബേബിയുടെ 90ാമത്തെ ദിവസമാണ് കേട്ടോ. ശരിക്കും നമ്മൾ തൃശ്ശൂർക്കാർക്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 90 തെരുവിടി. അതാണ് ഒരു റിയൽ സെലിബ്രേഷൻ എന്ന് പറയുകയാണെങ്കിൽ മക്കളുണ്ടായി കഴിഞ്ഞിട്ട്. എൻ്റെ വീട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 28ആണ്, പക്ഷേ ഈ ഭാഗങ്ങളിലൊക്കെ 90 ആഘോഷിക്കുന്നത്. പക്ഷേ എന്താ പറയുക, വേറെ കാര്യങ്ങളൊന്നുമല്ല, വീട് പണി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് സ്റ്റിൽ എന്താ പറയുക പ്രോസസ്സിങ് ആയതുകൊണ്ട് നെക്സ്റ്റ് മന്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചു. നമ്മൾ ആദ്യം ജസ്റ്റ് കട്ട്ള കാര്യങ്ങൾ, അതുപോലെ റൂംസിൻ്റെ കബോർഡുകൾ, അതുപോലെ കിച്ചൻ്റെ കബോർഡുകൾ മാത്രം ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കിച്ചൺ ഒന്ന് ഓപ്പൺ ആക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പം നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ. അപ്പോൾ കുറച്ച് ദിവസം നമ്മളിവിടെ വല്യമ്മയുടെ വീട്ടിലാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ആക്ച്വലി അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വെറുതെ റിപ്പീറ്റേഷൻ അടിക്കുന്നില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് പറയുകയാണ്. ഇപ്പോൾ നമ്മൾ വല്യമ്മയുടെ വീട്ടിലാണ്. നമ്മൾ ചെമ്മാപ്പള്ളിയിൽ നിന്ന് ഒരു ഇച്ചിരി ദൂരമേ ഉള്ളൂ, മുറ്റിച്ചൂർ എന്നുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, അപ്പം നമ്മളെ കണ്ണൻ ബേബിയുടെ 90 ഇന്ന് ശരിക്കും വലിയൊരു ആഘോഷമാക്കിയിട്ട് ചെയ്യേണ്ട ഒരു ദിവസമായിരുന്നു. പക്ഷേ ഒരു കുഞ്ഞൊരു വിഷമം, രാവിലെ എണീപ്പിച്ച് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞൊരു വിഷമമായിയോടാ. കാരണം നമ്മൾ 2 മക്കളുടെയും 90 കറക്റ്റ് ദിവസം തന്നെ ആഘോഷിച്ചത്. ശരിക്കും ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെ ആഘോഷിക്കാറ് കേട്ടോ. നമ്മൾ അറിയുന്ന ബന്ധുക്കളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ആഘോഷിക്കുന്നത്. നമ്മളാണ് ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടൊരു ഒരു കുഞ്ഞൊരു ഒരു മനസ്സിലൊരു കുഞ്ഞൊരു വിങ്ങൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡേ ഒന്ന് അതാണ്. ആൻഡ് സെക്കൻഡ് ഒരു സ്പെഷ്യൽ ഡേ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സ്മോക്ക്, അതായത് വിൻചേട്ടൻ ഒരു സ്മോക്ക് വെഡ്ഡിങ്സ് നമ്മളൊരു കമ്പനി ഉണ്ട്. അപ്പോൾ അത് ഒരു കോവിഡൊക്കെ കഴിഞ്ഞ സമയത്താണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ലാസ്റ്റ് ഇയറിന് മുന്നത്തെ ഇയർ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് അവിടെ സെയിം ഓഫീസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ആ സമയത്തും ഇതുപോലെ കോവിഡിൻ്റെ കുറച്ച് സീൻസൊക്കെ വന്നതുകൊണ്ട് ആ സമയത്ത് നമ്മളൊന്ന് പോസ് ചെയ്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ കുറേ പരിപാടികളൊക്കെ വേറെ പ്ലാൻ ചെയ്തിരുന്നു. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത് കേട്ടോ. കാരണം ആളെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷനാവും എന്നുള്ളത് എനിക്ക് എപ്പോഴും അറിയാം. പിന്നെ അത് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷന് വിത്ത് ഫാമിലി റൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാവും എന്നുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആളുടെ തീരുമാനത്തിന് ഒത്ത് ഞാൻ എപ്പോഴും എന്താ പറയുക ബാക്കിലൂടെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോവുകയാണ് പതിവുള്ളത്. ഓക്കെ, അപ്പം ഞാൻ അതിനൊന്നിനും നോ പറയാറില്ല. ആൾ വേറെ കുറേ ബിസിനസ്സിൻ്റെ കുറേ പ്ലാനുകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓക്കെ നൈസാണ്, അടിപൊളിയാണ്, എൻ്റേതായിട്ടുള്ള കുറച്ച് സജഷൻസ് ഞാൻ പറയുമെന്നല്ലാതെ ഒരിക്കലും ഞാൻ നോ പറയാറില്ല. പക്ഷേ ലാസ്റ്റ് ഇയറാണ് ആൾ കുറച്ച് റിയലൈസേഷൻ ചെയ്തത്. അതായത് സ്മോക്ക് തന്നെ റീസ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മളെ ഇത്രയ്ക്ക് ആക്കിയത് സ്മോക്ക് എന്നുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ വൈ നോട്ട് അത് തന്നെ റീസ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് കഴിഞ്ഞ വർഷം തൊട്ടാണ് ആൾ നമ്മൾ സ്മോക്കിൻ്റെ തന്നെ വർക്കുകൾ, അതായത് ഇങ്ങനെ എന്താ പറയുക മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ള വർക്കുകളല്ല, നമുക്കറിയാവുന്ന ചുറ്റുപാടിലുള്ള കുറച്ച് ഫ്രണ്ട്സ് സർക്കിളുള്ള ആൾക്കാരുടെയും അങ്ങനെ കുറച്ച് കുഞ്ഞു മന്ത്ലി ചിലപ്പോൾ 2 വർക്ക് അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് വർക്കുകൾ എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വീട് പണികളെല്ലാം കഴിഞ്ഞ് എന്താ പറയുക, ഇനിയിപ്പോൾ വേറെ തിരക്കുകളൊന്നും ഇല്ല, അപ്പോൾ നമുക്ക് പതിയെ ഓഫീസ് ഓപ്പൺ ആക്കാം എന്നൊരു ചിന്താഗതിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു 2-3 ദിവസം മുന്നേ ആണ് ആ ഒരു പ്ലാൻ റീസ്റ്റാർട്ട് ചെയ്തത്. യെസ്, നമ്മൾ ഓഫീസ് റീഓപ്പൺ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള സംഭവം. അപ്പോൾ ഇന്ന് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം വിൻചേട്ടൻ്റെ ഈ ഒരു സ്മോക്ക് എന്നുള്ള സംഭവം സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ആ ഒരു വിൻചേട്ടനാണ് സ്മോക്ക് എന്നുള്ള സംഭവം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വിൻചേട്ടനേക്കാൾ കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് എനിക്കുണ്ട്. കാരണം ഞാൻ സ്മോക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഒപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്
അത് കഴിഞ്ഞിട്ടുള്ള ജേണിയിൽ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആളുടെ കൂടെയുണ്ട് ഇപ്പോൾ ഈ നിമിഷം വരെ. അപ്പം അത് നിർത്തുക എന്ന് പറഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിലും ആൾക്ക് ഒത്തിരി ഒരു വിഷമങ്ങളൊക്കെ അനുഭവിച്ച് കുറേ ജേണികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതൊക്കെ എന്താ പറയുക, ആ ഒരു എന്താ പറയുക, സ്മോക്ക് നിർത്താൻ ഉള്ള കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ആ ഒരു സ്ട്രഗിളിൻ്റെയൊക്കെ ഒരു എൻഡിങ് പോയിൻ്റാണ് ഇന്നത്തെ ഒരു എന്താ പറയുക റീബിൽഡ് സ്മോക്ക് എന്ന് പറയുന്ന ഒരു ഹാപ്പിനെസ് സ്റ്റാർട്ടിങ് ഡേ ആണിന്ന്. അപ്പോൾ ഇനി വിൻചേട്ടനാണ്, വിൻചേട്ടൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, പിന്നെ ലിമിറ്റ്ലെസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ആൾ ഫോളോ അപ്സും കാര്യങ്ങളൊക്കെ ഇനി അതിൽ ചെയ്യും. പക്ഷേ നമ്മൾ സ്മോക്ക് ഫാമിലിയുടെ, അതായത് യൂട്യൂബ് സ്മോക്ക് ഫാമിലിയുടെ ഒരു എന്താ പറയുക ഒരു ഭാഗം തന്നെയാണല്ലോ സ്മോക്ക് വെഡ്ഡിങ്സും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മുടെ ഫാമിലിയിലും അത് അറിയിക്കണം. സെക്കൻഡ് കേട്ടോ, ഇവിടെ അടുത്ത് പള്ളിയുണ്ട്, അപ്പോൾ അവിടെ ബാങ്ക് കൊടുക്കണം. സെക്കൻഡ്. ഓക്കെ, കഴിഞ്ഞു. യെസ്, നമ്മളിവിടെ ഓപ്പോസിറ്റ് ഒരു പള്ളിയുണ്ട് കേട്ടോ, ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അപ്പോൾ അവിടെ ബാങ്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് ഇച്ചിരി റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ജസ്റ്റ് പോസ് ഇട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സ്മോക്ക് എന്ന് പറയുന്നത്, സ്മോക്ക് ഫാമിലി എന്ന് പറയുന്നത് സ്മോക്കുമായിട്ട് കണക്ട് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ആയിട്ടും നമ്മൾ ഈ ഒരു മാറ്റർ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ എന്ന് പറയുന്നത് ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ വീട്ടിൽ എന്താണ് നടക്കുന്നത് ഞാൻ ഫുള്ള് ഞാനിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പറയുന്ന ഒരാളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത് ഷുവറായിട്ട് നിങ്ങളോടും ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. യൂട്യൂബ് എന്ന് പറയുന്നത് അത് ഇപ്പം നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് ആയിട്ടും അത് സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. പക്ഷേ സ്മോക്ക് എന്ന് പറയുകയാണെങ്കിൽ സ്മോക്കിൻ്റെ ഓഫീസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഓക്കെ, സപ്പോർട്ട് ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം, അത് മാത്രമേ ഉള്ളൂ. അനുഗ്രഹം ഉണ്ടാവണം. അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്കിത് എന്തൊക്കെയാണ്, ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചൊന്നുമില്ല. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ കണ്ണന് പാൽ കൊടുത്ത് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അയ്യോ നമ്മൾ ഇതിലൊന്നും പറഞ്ഞില്ലല്ലോ. വിൻചേട്ടൻ ജസ്റ്റ് ഇങ്ങനെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, വിൻചേട്ടൻ ലിമിറ്റസ് കമ്മ്യൂണിറ്റിയിൽ വിൻചേട്ടൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊന്നും പറഞ്ഞില്ലല്ലോ, എല്ലാ ദിവസവും എല്ലാം ഷെയർ ചെയ്യണതല്ലേ, അപ്പോൾ ഇത് മാത്രം ഷെയർ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതിയിൽ ഞാൻ ജസ്റ്റ് വന്നൊരു വീഡിയോ എടുത്താണ്. ജസ്റ്റ് എണീറ്റു, കണ്ണന് ഉറങ്ങി, വേഗം സ്റ്റാൻഡ് എടുത്തു, വേഗം ഓടി വന്നു ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതിലോടുകൂടെ എന്തോ ഒരു മൈൻഡോടുകൂടെ ഒന്നും പറഞ്ഞതാണ്. കറക്റ്റാണോ ഇല്ലയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ കറക്റ്റ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിലും കമൻറ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.